വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മത സാമുദായിക താല്പര്യങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്താണെങ്കിൽ ഈ UDF ആണെങ്കിലും BJP-യിലാണെങ്കിലും ഒക്കെയും ഇത് പരിഗണിക്കാറുണ്ട്. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ കോൺഗ്രസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ സർവേകളെ വലിയ രീതിയിൽ ഇത്തവണ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ സുനിൽ കനുകൂലുവിൻ്റെ ടീം കോൺഗ്രസിനെ ആ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സുനിൽ കനുകൂലു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനാണ്, അപ്പോൾ ആ രീതിയിൽ സഹായിക്കുന്നു, അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഈ സർവേയിലൂടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത്? എൻ്റെ ഒരു സംശയമാണ്. കാരണം ഇത് ഒരാളിനെ പേര് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് അവരുടെ ജനപിന്തുണ അളക്കുകയാണോ ചെയ്യുന്നത്, അതോ ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൽ X എന്ന് പറയുന്ന മണ്ഡലത്തിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി, അത് ഏറ്റവും കൂടുതൽ ജനസമ്മതി കിട്ടുന്ന ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണോ ചെയ്യുന്നത്? അതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് ജാതി മത സമവാക്യങ്ങൾ അവർ പ്രധാനമായി എടുക്കും. വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ജാതി മത സമവാക്യങ്ങൾ ഒരു പ്രധാന ഘടകമാകാം. മറ്റൊന്ന്, ആ പ്രദേശത്ത് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് വെക്കാം. പിന്നെ ക്ലീൻ ഇമേജ് ഇട്ടുള്ള ആൾക്കാർ, അവർക്ക് വേണമെങ്കിൽ ആ മണ്ഡലത്തിൽ ഒരു സാധ്യതയുണ്ട്, സ്ഥിരമുള്ള ആൾക്കാരെ മാറ്റി അവരെ പരീക്ഷിച്ചാൽ കിട്ടാം എന്നിങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ പ്രധാനമായിട്ട് അവരെ ആശ്രയിക്കുന്നതാണ് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത്. ഇനി അതിന് പകരം അതല്ലെങ്കിൽ ഇതൊരു നേരത്തെ നമ്മൾ പറഞ്ഞ PR വർക്കിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചിലരെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനും ഉണ്ടാകാം.